നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഇവിടെ തുലാൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ ശുക്രൻ, അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ, 11-ാം ഭാവത്തിൽ കേതു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, തുലാൻ രാശിക്കാർക്ക് ഈ ഒരു വാരം പ്രായണ അനുകൂലമായൊരു സമയത്തെ പ്രദാനം ചെയ്യും. കാരണം തുലാൻ രാശിയുടെ രാശി അധിപനായ ശുക്രൻ ആ ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ ഭാവത്തിന് ബലമുണ്ട്. ഏതൊരു ഭാവമാണോ തൻ്റെ ഭാവാധിപൻ്റെ ദൃഷ്ടിയോ യോഗമോ ആ ഭാവത്തിലുണ്ടെങ്കിൽ ആ ഭാവത്തിന് പൂർണ്ണമായ ബലത്തെ പ്രദാനം ചെയ്യും. അതിനാൽ ഭാവാധിപനായ ശുക്രൻ ഭാവത്തിലേക്ക് നോക്കുന്നത് തുലാൻ രാശിക്കാർക്ക് നല്ലതാണ്. അതിനാൽ തുലാൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് യാത്രാപരമായ വിഷയത്തിൽ വളരെയധികം താല്പര്യം വരുന്നതാണ്. യാത്ര ചെയ്യാം, അതിനുവേണ്ട അനുകൂലമായ സാമ്പത്തിക വിഷയങ്ങളൊക്കെ അവർക്ക് സമ്പാദിക്കുവാൻ കഴിയും. കാരണം അവരുടെ കർമ്മസ്ഥാനത്ത് ഇത്രയും ദിവസം ചൊവ്വ നീചസ്ഥനായിരുന്നു. പക്ഷേ ഇപ്പോൾ കർമ്മപതിയായ ചന്ദ്രൻ ചൊവ്വയോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്, ലക്ഷ്മി യോഗത്തോടുകൂടി. അതിനാൽ പുത്തൻ കർമ്മദൗത്യങ്ങൾ ഏറ്റെടുക്കണം. ആ കർമ്മത്തിലൂടെ തനിക്ക് ധാരാളം അനുഭവങ്ങളും യാത്രയും വരും. സ്ത്രീ സൗഹൃദങ്ങൾ വരാം. സ്ത്രീകൾ തനിക്ക് സഹായികളായി വർത്തിക്കുന്ന അവസ്ഥ വരും. ഇതൊക്കെ ശ്രദ്ധിക്കുക. തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ വാരമാണിത്. അതിനാൽ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും യാത്രാ മംഗളങ്ങളും പ്രദാനം ചെയ്യും ഈ ഒരു വാരക്കാലം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനമാകാം. ശുഭഗ്രഹമായ ശുക്രൻ 7-ാം ഭാവത്തിൽ വരുമ്പോൾ വിവാഹ ഘടന, തനിക്ക് വിവാഹ തീരുമാനമുണ്ടാകും. നഷ്ടാർത്ഥ ലാഭ, തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു വരും. വിദേശത്തുള്ള സുഹൃത്ത് വരും. സുദൃങ് ഭോഗാവാപ്തി, നല്ല സ്ത്രീയുടെ ഭോഗസുഖങ്ങൾ ലഭിക്കുമെന്നാണ്. അതിനാൽ വിവാഹത്തിന് അപ്പുറത്ത് പലപ്പോഴും ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ ആകസ്മികമായി വന്നു ചേരും. സുഖഭോഗങ്ങൾ, ഭൗതികമായ സുഖത്തെ അനുഭവിക്കാനുള്ള സമയവും സന്ദർഭവും ഒത്തുവരും. ഇവിടെ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഈ വാരം വളരെ ശ്രദ്ധിക്കണം. ചില പറ്റാത്ത സ്ത്രീ സൗഹൃദങ്ങൾ വരിക, ദേശം വിട്ടുപോയ സമയത്ത് അവിടെ കാണുന്ന സ്ത്രീയെ പരിചയപ്പെടുക, ആഗ്രഹിക്കുക. അതിനാൽ പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവം വാങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. കർമ്മമേഖല ശാന്തമാണ്. അപ്രകാരം തന്നെ ചെറിയൊരു കാളസർപ്പയോഗത്തിൻ്റെ വിഷയം ഞാൻ സൂചിപ്പിച്ചു. അത് കഴിയാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കാളസർപ്പയോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കഴിയും. അപ്പോൾ കൂടുതൽ ഗുണം തുലാൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. സന്താന വിഷയങ്ങൾക്കും രാഹുവിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സന്താനപതിയായ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. സന്താന വിഷയങ്ങൾക്കും അനുകൂലമായി ഈ വാരം നിങ്ങൾക്ക് ശുഭപ്രദമായി സ്വീകരിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ പുത്തൻ ഉണർവുണ്ടാകും. പുതിയ ബന്ധുക്കൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതാണ് 10-ാം ഭാവത്തിൽ ചൊവ്വയും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുന്നു. സുഖം ബാന്ധവേഭ്യ കഘേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി. രാജാവിൽ നിന്ന് ധനം കിട്ടും. കർമ്മമേഖലയിൽ തനിക്ക് അപ്രീസിയേഷൻ വരിക,
വിദേശത്ത് പോകുന്നവർക്ക് വളരെയധികം ഗുണം വരും. സ്വതവേ തുലാൻ രാശിയുടെ കർമ്മഭാവം കർക്കിടകമാണ്. അത് ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരം, അതിലൂടെ പലപ്പോഴും വളരെയധികം ഗുണം വരുന്ന രാശിയാകുന്നു തുലാൻ രാശി. അങ്ങനെ ഓരോ ഭാവവും നാം ചിന്തിക്കണം. ആ ഭാവം എന്താണ്? ചരരാശിയാണോ, ജലരാശിയാണോ, സ്ഥിരരാശിയാണോ എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും ജ്യോതിഷം നിങ്ങൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും വളരെ ഈസിയാണ്. സ്വതവേ തുലാൻ രാശി ചരരാശിയാണ്, സഞ്ചരിക്കുന്നവരാണ്. അടനഹ, ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്ന രാശിയാണ് തുലാൻ രാശി. അപ്രകാരം സഞ്ചരിക്കുന്ന 4 രാശികളുണ്ട്: മേടൻ രാശി, കർക്കിടകൻ രാശി, തുലാൻ രാശി, മകരൻ രാശി. പലപ്പോഴും അവർക്ക് തങ്ങളുടെ ഗുണം മുഴുവനും വരെ വിദേശത്തേക്കാണ്. വിദേശത്ത് നിന്നാണ് ഇവർ വളരെ ഫ്ലറിഷ് ചെയ്യുക. അവിടെ തങ്ങളുടെ ദേശം വിട്ട് വീടെടുക്കാനൊക്കെ ഇവർക്ക് വളരെയധികം ദൈവാധീനം വരും. ഏതായാലും തുലാൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.